അതേസമയം തന്നെ ഡോക്ടർ ശശി തരൂർ എംപിയുടെ ലേഖനത്തിലെ പരാമർശങ്ങൾ തള്ളാതെ മുസ്ലിം ലീഗ് കേരളം എല്ലാ നിലയിലും മുന്നിൽ നിന്നും ഇത് ഇടതു സർക്കാരിന്റെ കാലത്തെ മാത്രം നേട്ടമല്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. കിൻഫ്ര ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന വികസനങ്ങൾ വന്നത് UDF ഭരണകാലത്താണ്. ഇത് തരൂർ തന്നെ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ 90% കിൻഫ്ര പാർക്കിനകത്താണ്. ആ കിൻഫ്ര എന്നുള്ള ആശയം അന്ന് കൊണ്ടുവന്ന് പിന്നീട് വിമാനത്താവളങ്ങൾക്കുള്ള ഭൂമി പോലും അക്വയർ ചെയ്തത് ഈ കിൻഫ്രയാണ്. ലേഖനത്തോടുള്ള രാഷ്ട്രീയ വിമർശനം പറയേണ്ട വേദിയിൽ പറയുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പറയേണ്ട സമയത്ത് പറയാനും തീരുമാനം എടുക്കേണ്ടത് അതിൻ്റെ തക്ക സമയത്ത് എടുക്കാനും കരുത്തുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ വക പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ഞങ്ങൾ നല്ലപോലെ വാച്ച് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവായിട്ടാണ്. വ്യവസായങ്ങളോട് നെഗറ്റീവ് സമീപനമുണ്ടായിരുന്ന ഇടതുമുന്നണി നയം മാറ്റിയതിൻ്റെ നേട്ടമാണ് കേരളത്തിൽ ഇപ്പോഴെന്നും ഇത് എല്ലാ കാലത്തും തുടരുമോ എന്നതിൽ സംശയമുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തരൂരിൻ്റെ ലേഖനത്തിൽ പരസ്യ രാഷ്ട്രീയ ചർച്ചകൾ ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന ലീഗ് നിലപാട് വ്യക്തമാക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. കൈരളി ന്യൂസ്, മലപ്പുറം.